ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇടിയപ്പമാണ്. അപ്പം അതിന് ആവശ്യത്തിന് മാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പൊഴിച്ച് കൊടുക്കാം. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊഴിക്കാം, ചിലപ്പോൾ കൂടിപ്പോണെങ്കിൽ. വെള്ളം തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇപ്പോഴേ ഇടിയപ്പോൾ തക്കാളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് തക്കാളിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതാണ്. തക്കാളി 4 തക്കാളി ചെറുത്, 2 സവാള, 1 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, കറിവേപ്പില, ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോഴേ ഇത് ചൂട് പോകുന്ന മുമ്പ് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ച്, ഇടിയപ്പത്തിന് അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഇളവൂല, അല്ലെങ്കിൽ ഒരുമാതിരി വീഴും. വെള്ളം ചൂടാറിപ്പോയാലേ പ്രശ്നമാണ്. വിചാരിച്ചിരുന്ന ഇടിയപ്പം ഉണ്ടാക്കാം. ഇതുവരെ ഞാൻ ഇടിയപ്പം അങ്ങനെ ഉണ്ടാക്കിയില്ല, വീശപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ നമ്മൾ വർക്കല ബീച്ചൊക്കെ പോയിരുന്നു, അതിൻ്റെ വീഡിയോയൊക്കെ വരുന്നുണ്ട്. ഷോർട്സുകളും വീഡിയോയൊക്കെ ഇടും. എല്ലാവരും കയറി കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മോൾക്ക് എക്സാമായി, അതുകൊണ്ട് അവൾ പഠിക്കുകയാണ്. 27-ാം തീയതിയാണ് എക്സാം. സ്റ്റഡി ലീവ് തിങ്കളാഴ്ച തൊട്ട് കൊടുത്തിരിക്കുകയാണ്. തുച്ഛമായ ദിവസമേ ഉള്ളൂ. അങ്ങനെ പൊരിഞ്ഞ പഠിത്തം നടക്കണം മോള്. ലിയോ ഉറക്കം. പാചകത്തിൻ്റെ ഇടയിലാണ് പാചകം പഠിക്കുന്നത് കേട്ടോ. ലിയോ നല്ല ഉറക്കമാണ്, എഴുന്നേറ്റില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്താണ്, ചോറ് കഴിക്കൂല. ഇന്നലെ ഞാൻ കൊടുത്തു നോക്കി, ഇന്നലെ ഒരു ശകലവും കഴിച്ചില്ല. ഇന്നലെ കൊടുത്തത് ഒരു മുട്ട ഒഴിച്ചു കൊടുത്തു. അതിൽ പാലും കാച്ചി മക്കൾ കുടിയെന്നും പറഞ്ഞ് നിർബന്ധിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അതുപോലെ ഒരു മുട്ട പൊരിച്ച് കൊടുക്കണം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ലിയോ എന്ന് പറഞ്ഞാൽ ഈ അറിഞ്ഞിടാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ലിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോഗുണ്ട്. അവൻ്റെ വീഡിയോസുകളൊക്കെ ഒരുപാട് 2-3 ഇട്ടിട്ടുണ്ട്. അതുപോലെ ഷോർട്സുകൾ ഇട്ടിട്ടുണ്ട്. ലെനോ ഉണ്ട്. ലെനോ എന്ന് പറഞ്ഞാൽ ഒരു ക്യാറ്റ് ഉണ്ട് ഇവിടെ. അവർ ലിയോയും ലെനോയും ഭയങ്കര കൂട്ടാണ്. അങ്ങനെ തേങ്ങ എല്ലാത്തിലും ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് മാവ് ചുറ്റിച്ച് കൊടുക്കാം. നല്ല പരുവായിട്ട് വീണിട്ടുണ്ട്. എല്ലാത്തിലും ഇതുപോലെ ചുറ്റിച്ച് വെച്ചതിന് ശേഷം അടുപ്പിൽ വയ്ക്കാം. കുറച്ച് വയ്ക്കാം. ഇനി ഇതിൽ തേങ്ങ മുകളിലോട്ട് വയ്ക്കാം. കുറച്ച് വെച്ച് കൊടുക്കാം. ചിലർ ഒരു സ്ഥലത്ത് മാത്രമേ വെക്കുള്ളൂ കേട്ടോ, മുകളിൽ വെക്കാറില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ വെക്കൂ തേങ്ങ. അപ്പോൾ ഈ സെറ്റ് തീർന്ന് ഇനി അടുത്തത് മാവ് വാരി വെച്ച് കൊടുക്കാം. ഇളക്കിയിട്ട് ഒരുമിച്ച് ഇനി വെക്കാം അടുപ്പിലൂടെ. ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം ഇങ്ങനെ ഇടിയപ്പം ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം, ചുറ്റിച്ച് വെച്ചിരിക്കുന്നത് തൊട്ട് വെച്ച് കൊടുക്കാം. വേണ്ട ഇല്ല. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് അതവിടെ ഇങ്ങനെ വേവട്ട്. ഇനി തക്കാളി കറി ഉണ്ടാക്കാം. അപ്പം അതിന് പാത്രം അടുപ്പത്ത് വെച്ച് ഇനി ഇതൊന്ന് അനക്കട്ടപ്പോഴേ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാകുന്ന നേരത്തിൽ കടുക് കൊടുക്കട്ടെ. അപ്പോൾ ചട്ടി അനന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കും. എണ്ണ ചൂടായി. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടണം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഇളക്കിയിട്ടില്ല. ഈ സവാള വഴണ്ട് വരാനായിട്ട് അതിലേക്ക് ലേശം
ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരട്ടെ, എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു വലിയ കഷ്ണം വെളുത്തുള്ളിയാണ് ചതച്ചത്. ഇത് അത്യാവശ്യം ഒരു ഭയങ്കര വലുതല്ലാത്ത ഒരു കഷ്ണം ഇഞ്ചി, അതും കൂടി ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒരു പച്ചമുളക്, ചതച്ച് വെച്ചിരുന്ന പച്ചമുളക് കൊടുക്കാം. അതും കഴിഞ്ഞ് ഇനി അടുത്തത് കറിവേപ്പില, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. സവാളയെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. തീ കുറച്ചിട്ടിരിക്കുന്നു. ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് വഴണ്ട് വരട്ടി. ഇച്ചിരി നേരം കിടന്ന് ഈ തക്കാളി ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത് എൻ്റെ തൊലി ചെത്തിയിട്ടുണ്ട് കേട്ടോ. വേണ്ട, നല്ലതുപോലെ സൂക്ഷിച്ച് നോക്കിയറിയാം. തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇത് തൊലി കിടന്ന വയറുവേദനയൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അരി പ്രശ്നം ഉണ്ടാകും. ഇല്ല, ഇതിന്റെ തൊലിയിൽ കാൽസ്യം ഓക്സലേറ്റ് എന്നൊരു സാധനമുണ്ട്. അത് കിഡ്നി സ്റ്റോണിന് കാരണം. എല്ലാവരും തൊലി ഇത് കളയണം കേട്ടോ. നല്ലോണം പഴുത്തതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വിരിയുമ്പോൾ തന്നെ അതിങ്ങി വരും. ഇത് ഞാൻ ഒന്നങ്ങനെ വന്നു, ബാക്കിയുള്ളത് ഞാൻ ചെത്തേണ് ചെയ്തത്. എപ്പോഴും നമ്മൾ മീനിലിടാൻ എടുത്താൽ ഇതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് എടുക്കാവും. നമ്മളതിൻ്റെ ഭംഗി എന്തുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞിടും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാൻ ഓരോ അസുഖം ഉണ്ടെങ്കിലും അസുഖങ്ങൾ തന്നെ ഇപ്പം എല്ലാവർക്കും, എങ്കിലും നമ്മൾ സൂക്ഷിക്കണം. ഇത് നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. തക്കാളി എല്ലാം വഴണ്ട് കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട്. എങ്കിലും അത് നമ്മൾ ഈ അരപ്പിൽ കിടന്ന് വേവും. പൊടിയൊക്കെ ഇട്ട് ഇളക്കണത്. അപ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ട, മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കാം. ഇതിൻ്റെ പച്ച ചുവ ഒന്ന് മാറിട്ട്, മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും ഒക്കെ ചുവ മാറിട്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു സ്മെല്ലുണ്ടാവും. അതുപോലെ നമുക്ക് കഴിക്കാൻ ഒരു രുചി കാണൂല. ഇതൊന്ന് ഇളക്കി ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ പിന്നെ ഉണക്കി വറുത്ത് പൊടിക്കണതാണ് കേട്ടോ. എന്നാലും ചില സമയത്ത് മല്ലിപ്പൊടി ഒന്നുകൂടെ ഒന്ന് അനത്താറുണ്ട്. 2 കിലോ ഒക്കെ പൊടിക്കുന്നുണ്ട്, കുറേ നാളിരിക്കും. അപ്പം ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. അപ്പം നമ്മൾ സവാളയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഉപ്പ് കാണില്ല. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പൊഴിച്ച് ഇളക്കാം. ഇപ്പോൾ ഉപ്പുണ്ട്. ഇനി മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത്, ഈ പെരിഞ്ചീരകവും എല്ലാം കൂടെ പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം കുറവ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് തിളച്ച് സെറ്റായതിന് ശേഷം പിന്നെ നമുക്ക് കാണാം. അപ്പം നമുക്ക് ഇത് അടച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്കാം. തക്കാളിക്കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. നോക്കട്ടെ. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.